ഹായ് കൂട്ടുകാരെ, വിജയദശമി ദിനത്തിൻ്റെ സുപ്രഭാതത്തിലാണ് കേട്ടോ. ഇന്ന് അമ്പലത്തിലേക്ക് പോയി. രാവിലെ തന്നെ നല്ല ഫ്രഷായി. നമ്മളെ ചാത്തങ്കാവ് അമ്പലപ്പടി ക്ഷേത്രമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പരിസരമാണ്. ഇവിടെ പുസ്തകം ഞാൻ പൂജയ്ക്ക് കൊടുത്തിരുന്നു. അത് വാങ്ങി എനിക്ക് അവിടുന്ന് പ്രസാദമായിട്ട് മലരും പൊരിയും പഴവും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ നല്ല മനോഹരമായ കാഴ്ചയായിട്ടോ കാണുന്നത്. കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ഒക്ടോബർ 2 കൂടി ആയതുകൊണ്ട് ഗാന്ധി ജയന്തി ദിനം കൂടിയാണ് ഇന്ന് ആഘോഷിക്കുന്നത് കേട്ടോ. അമ്പലത്തിൽ തിരുമേനി പ്രസാദ് നമ്പൂതിരിയാണ് കേട്ടോ. അദ്ദേഹമാണ് കുട്ടികൾക്ക് ഇന്ന് എഴുത്തിനിരുത്തിയത്. രാവിലെ അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു കൊടുക്കുകയാണ്. അമ്മയുടെ അനുഗ്രഹം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവട്ടെ. ഇന്ന് ആദ്യാക്ഷരം കുറിച്ച എല്ലാ കുട്ടികൾക്കും കലാപരമായും എല്ലാം വിദ്യാഭ്യാസപരമായ എല്ലാവർക്കും ഉയർച്ച ഉണ്ടാവട്ടെ എന്നാണ് ഇന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. നല്ലൊരു ശുഭദിനമാവട്ടെ അല്ലേ. ഇന്ന് അമ്പലത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ ചായയും ഉപ്പുമാവൊക്കെ പ്രസാദം പ്രഭാത ഭക്ഷണമായിട്ട് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അക്ഷരങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹരിശ്രീ ഗണപതായ നമ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കുഞ്ഞാവേനെ കണ്ടോ? ഈ കുഞ്ഞാവ തീരെ നാവിൽ എഴുതാനൊന്നും സമ്മതിച്ചിട്ടില്ല കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഈ കുഞ്ഞിൻ്റെ അച്ഛമ്മ പറഞ്ഞിട്ട് അവർക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടോ, അവൾ നല്ല മനോഹരിയായി ഉടുപ്പൊക്കെ ഇട്ടിട്ട് രസമാണ്. സെറ്റ് ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അവിടെ കുറേ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സുന്ദരക്കുട്ടപ്പന്മാരായിട്ടാണ് ഇന്ന് അവരെല്ലാവരും എത്തിയിരിക്കുന്നത്. അമ്പലത്തിൻ്റെ ഒരു പ്രത്യേക വൈബാട്ടോ. ഇവിടെ അയ്യപ്പൻ ഭദ്രകാളി ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ പ്രസാദ് നമ്പൂതിരിയാണ് തിരുമേനി കുട്ടികൾക്ക് എഴുത്തിനിരിക്കുന്നത്. നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ ദിവസം. വളരെയധികം ശുഭമായി നിറഞ്ഞതായിരിക്കുന്നു. ഞാൻ വീട്ടിൽ സാധാരണയായിട്ട് പൂജ വയ്ക്കാറില്ല കേട്ടോ. അമ്പലത്തിലാണ് പുസ്തകമൊക്കെ കൊടുക്കാറുള്ളത്. വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ അന്ന് 2 ദിവസം ഉപയോഗിക്കില്ല, അത്രേ ഉള്ളൂ. അമ്പലത്തിൽ നിന്ന് ചന്ദനം കൊണ്ടുവന്ന് മെഷീനിൽ തൊട്ട് ഇവിടെ എല്ലാവരും സന്തോഷകരമായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഈ കുഞ്ഞിനെ കണ്ടോ? ഇവളുടെ അമ്മച്ചൻ്റെ ഫോണാണ് എന്ന് വിചാരിച്ചിട്ടാണ് എന്നെ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. അവർക്ക് അമ്മമ്മയ്ക്ക് ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതൊരു ടീച്ചറാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു അമ്മേനെ കാണാൻ കഴിയും കേട്ടോ. ഇനി അടുത്ത കൊല്ലം നല്ല രസമായിട്ട് ഇനി നല്ല നല്ല പരിപാടികളൊക്കെ ആയിട്ട് അമ്പലം ഇനി പുരോഗമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാം സന്തോഷമായിട്ട് പിരിഞ്ഞിട്ടുണ്ട് ഇന്ന്. പിന്നെ ഇനിയും കുറേ കുട്ടികൾ എഴുത്തിനിരിക്കാൻ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് സന്തോഷമായിട്ടാട്ടോ ഇന്ന് പിരിഞ്ഞ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇവിടെ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുതേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല പുതിയ വീഡിയോകളും നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ. നല്ല സുന്ദരിമണികളൊക്കെ ഇന്ന് അതിമനോഹരികളായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് വിജയദശമിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനി നല്ല വീഡിയോകൾ എടുക്കാൻ എനിക്കും ഭഗവതി അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.